ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അതെ, ഗുഡ് മോർണിംഗ് ആണ് ഗൈസ്. ഇത് കണ്ടില്ലേ, കോലപ്പഴം പുറത്തിട്ടേക്കുന്ന പോലെ മൂന്നെണ്ണം അവിടെ കിടന്നിറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ പതിയെ നൈസായിട്ട് എണീറ്റ് പോയിട്ട് പെട്ടെന്ന് പണിയൊക്കെ തീർക്കട്ടെ. രാവിലെ വന്നപ്പോഴേ ഇന്നലെ ഞാൻ ലൈവൊക്കെ കഴിഞ്ഞു ഒരു കോളൊക്കെ വിളിച്ച് അവിടെ അങ്ങ് ഇരുന്ന് പോയി. അതുകൊണ്ട് പാത്രം കഴുകാനൊന്നും പറ്റിയില്ല ഇന്നലെ കേട്ടോ. അതുപോലെ കിച്ചണൊന്നും ഇന്നലെ അങ്ങനെ ക്ലീൻ ചെയ്തില്ല. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന പാടെ ആ ഫസ്റ്റ് തന്നെ ക്ലീനിങ്ങും പാത്രം കഴുകുമൊക്കെ ആയിരുന്നു. ഇന്നലെ ഫസ്റ്റ് കഴുകി വെച്ചിരുന്ന പാത്രങ്ങളാട്ടോ ഞാനതൊക്കെ എടുത്ത് താഴോട്ട് ഇറക്കി വെച്ചു. കാരണം ഇവരെ തിരിച്ചവിടെ കയറ്റി വെക്കണമല്ലോ, വേറെ സ്ഥലമില്ല. അപ്പോൾ ഉള്ള സ്ഥലത്തിലൊക്കെ ഇവരെല്ലാം എടുത്ത് വെക്കണ്ടേ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയും എന്താണെന്നറിയില്ല, ഇന്നലെ കോള് വിളിച്ച് അവിടെ ഇരുന്ന് പോയതുകൊണ്ട് മടി പിടിച്ചു പോയത് കേട്ടോ. പിന്നെ ചില മടിയുള്ള ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്താ പറയുക, പക്ക എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യണ ആളൊന്നും അല്ല ഞാൻ. എനിക്ക് പറ്റണ പോലെയൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് ഉഴപ്പാറുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്തു. ഇന്ന് ചപ്പാത്തിയും മുട്ട റോസ്റ്റും കേട്ടോ. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കേണ്ട കാര്യമില്ല, സിയോ ചേട്ടൻ ഫ്രിഡ്ജിൽ ചപ്പാത്തി പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വെച്ചേക്കണം ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ എന്നാൽ ശരി ചപ്പാത്തി മുട്ട റോസ്റ്റ് ആക്കാമെന്ന് വെച്ച് അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചു. ഇനി ആ മുട്ട പുഴുങ്ങുന്ന സമയം കൊണ്ട് നമുക്കൊരു കോഫി കുടിക്കാം അല്ലേ. അതെ, രാവിലെ തന്നെ ഒരു കോഫി കുടിച്ചാലല്ലേ ഒരു ഉഷാറ് കിട്ടത്തുള്ളൂ. അപ്പോൾ സൈഡിൽ കൂടി ഞാൻ എൻ്റെ പണികൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കുരുമുളകും നമ്മുടെ പെരിഞ്ചീരകം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇടിച്ച് ചതുക്കി വെക്കും കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കണേ. എല്ലാവരും ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ രീതിയിൽ പലപ്പോഴും പല രീതിയിലൊക്കെ ഞാൻ മാറ്റി പിടിക്കും കേട്ടോ. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞു. മുട്ട റോസ്റ്റൊക്കെ ഏകദേശം സെറ്റായി. പിന്നെ ഇതാണ് നമ്മുടെ ചപ്പാത്തി പാക്കറ്റ്, അതൊന്ന് ചൂടാക്കിയ ഇപ്പോഴേക്കും ഇനി എനിക്ക് വീഡിയോ ഒക്കെ എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ചെറുക്കൻ എണീറ്റു. ഇനി എല്ലാം താറുമാറാവും. വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കൂല. അവൻ എണീറ്റ് കഴിഞ്ഞാൽ അവളും വന്നു. രണ്ടുപേരും കൂടി പുറത്ത് പോയിട്ട് ചെടിക്ക് ഭയങ്കര വെള്ളമൊഴിക്കലൊക്കെയാണ്. ഇതാരവിടെ കൊണ്ടുവച്ചേ? അതാരവിടെ കൊണ്ടുവച്ചേ? നീയാണോ? ഈ ബോക്സ് ആരവിടെ കൊണ്ടിട്ടേക്കണേ? നീയാണോ? ഇതെല്ലാം ഇവിടുന്ന് എടുത്തോണ്ട് വരുന്നേ? ആ ചെടിക്ക് വെള്ളമൊഴിക്കുന്ന സാധനമൊക്കെ ഇതേ കൊണ്ട് സോഫയിൽ ഇട്ടിട്ടുണ്ട്. എവിടുന്നോ കാർഡ്ബോർഡൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇതേ കാവടി തുള്ളി പോകുന്നുണ്ടോ? പല്ല് തേക്കാൻ വേണ്ടിയിട്ട് കണ്ട കൊല്ലം കൊണ്ടോ എന്നൊക്കെ തോന്നും. ഇതൊക്കെ ചേച്ചിയുടെ തസ്തിക കേട്ടോ. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇന്നെന്തോ ആൾ ഭയങ്കര മൂഡ് ഓഫാണ്. ഭയങ്കര കരച്ചിലും ബീച്ചിലൊക്കെയാണ്. ഒരു വിധത്തിൽ പറഞ്ഞ് സെറ്റാക്കി വന്ന് പല്ലൊക്കെ തേപ്പിച്ച് പുറത്തിറക്കി കേട്ടോ. സൈഡിൽ കൂടി ഞാൻ എൻ്റെ ചോറും കറിയൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഒന്നും അല്ല, ഇനിയാണ് ശരിക്കുള്ള യുദ്ധം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ യുദ്ധത്തിനേക്കാളും വലിയ യുദ്ധങ്ങൾ നടത്തുന്ന വീടുകളൊക്കെ എനിക്കറിയാം. ഇതൊന്നും ഒന്നുമല്ല, പക്ഷേ ദിസ് ഈസ് മൈ സ്റ്റോറി. ഇതാണ് എൻ്റെ കഥ കേട്ടോ. അപ്പം ഇതിനേക്കാളും മോശം ദിവസമുണ്ട്, ഇതിനേക്കാളും നല്ല ദിവസമുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്കിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാവേ. ഇനി അവൻ ഒന്നിനും സമ്മതിക്കത്തില്ല. അവനൊന്ന് സെറ്റാക്കി എടുക്കണ പാടാ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.